അങ്ങനെ എപ്പിസോഡ് 52, അതായത് ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ടാസ്കിൻ്റെ ആരംഭമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഹൗസ് രണ്ടായിട്ട് തിരിഞ്ഞു, ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് രണ്ടായിട്ട് തിരിഞ്ഞിരുന്നു. അതായത് ലെമൺ ജ്യൂസിൻ്റെ ടീം അതിൻ്റെ മേലാധികാരിയായിട്ട് അനീഷും, ഓറഞ്ച് ജ്യൂസിൻ്റെ ടീം നെവിനുമായിരുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അനുമോളും ജിഷ്ണുമായിരുന്നു. ഈ ക്വാളിറ്റി കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കേഴ്സ് വരുന്ന ടാസ്കുകളൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ക്ലാസിക് ടാസ്ക് കാറ്റഗറിയിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടാസ്ക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ബോട്ടിൽ ടാസ്ക് അടപടലം മൂഞ്ചി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ മെയിൻ കാരണക്കാരി നമ്മുടെ അനുമോള് തന്നെയായിരുന്നു. അതായത് ക്വാളിറ്റി കൺട്രോളറിന് വേണ്ടിയിട്ട്, ക്വാളിറ്റി ചെക്കിന് വേണ്ടി രണ്ട് ടീമിൻ്റെയും ഓണേഴ്സ് ആയിരിക്കുന്ന അനീഷും നെവിനും ബോട്ടിലിൽ ജ്യൂസൊക്കെ നിറച്ച് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എവിടെയും ഇല്ലാത്ത പല കാരണങ്ങളും പറഞ്ഞ് ആ ടാസ്ക് ഏറ്റവും മാക്സിമം രീതിയിൽ അലമ്പാക്കാനാണ് അനുമോൾ നോക്കിയത്. അതായത് ഒരു ബോട്ടിൽ കൂടി അപ്രൂവ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് അനുമോൾ ഉടനീളം കാഴ്ചവെച്ചത്. ജിഷിൻ എന്നാലും കുറച്ച് അയവൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബോട്ടിൽസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ജിഷിൻ പറയുന്നുണ്ടായിരുന്നു. അനുമോളിൻ്റെ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള ചെക്കിങ്ങുകളൊക്കെയാണ്. അതായത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ബോട്ടിലല്ലേ എന്തായാലും ഇവർക്ക് ജ്യൂസ് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ബോട്ടിലിന് ബേസിക്കലി ഒരു ക്വാളിറ്റി ഉണ്ട്. അതൊരു ചീപ്പ് ക്വാളിറ്റി കൈൻഡ് ഓഫ് ബോട്ടിലാണ്. അത് ഇവർ കൈ കൊണ്ടൊന്ന് 2 പ്രാവശ്യം പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരുവിധം അവസ്ഥയായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബോട്ടിൽ കമിഴ്ത്തി പിടിച്ച് നിറച്ചിരിക്കുന്ന ജ്യൂസ് ഞെക്കിയും, അതുപോലെ 1 മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജ്യൂസിൻ്റെ ഒന്ന് അളവ് മാറിയാൽ പോലും അത് ഒഴിവാക്കാൻ വേണ്ടി, അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്ന അനുമോളെയാണ് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഇടയിൽ ആര്യനും ഒനിയിലും അക്ബറൊക്കെ വേണ്ടുവോളം രീതിയിൽ ടാസ്ക് അലമ്പാക്കുന്നുണ്ടായിരുന്നു. ഒനിയിലൊക്കെ നല്ല രീതിയിൽ അലമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് ടാസ്കും അലമ്പാക്കാൻ കേമനാണ് അക്ബർ എന്നുള്ള കാര്യം അക്ബർ ഇത്രയും ദിവസത്തെ വാസത്തോടു കൂടി ഏകദേശം തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷ് മാക്സിമം തൻ്റെ ബോട്ടിലുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് മുട്ടുകുത്തി നിന്ന് കെഞ്ചായിരുന്നു അനുമോളുടെ അടുത്ത്. അതായത് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഒട്ടനവധി കാരണങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പിൽ നിരത്താൻ വേണ്ടിയിട്ട് അനീഷ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോളുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അനീഷിന് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ ഫസ്റ്റ് ടാസ്ക് റദ്ദാക്കപ്പെട്ടു, ഒരു ബോട്ടിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് സെക്കൻഡ് റൗണ്ട് ആക്കി. എന്നാലും ഫൈനൽ വെർഡിക്റ്റിന് ഒരുവിധ മാറ്റവും നടന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സെക്കൻഡിലും ജിഷിൻ സത്യം പറഞ്ഞാൽ 3 ബോട്ടിൽ ഓറഞ്ച് ജ്യൂസും 5 ബോട്ടിൽ ലെമൺ ജ്യൂസും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അനുമോൾ 1 തയ്യാറായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇവർ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കാരണം, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും ഒത്തുപോകാൻ പറ്റാത്തത് കാരണം ആ ടാസ്കിലും റദ്ദാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് റൗണ്ട് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അടപടലം മൂഞ്ചി, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതായത് പിന്നെ വേറെ നടന്ന ഇന്ന് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിൽ തെറിയൊക്കെ വിളിക്കുന്ന കുറച്ച് കാണുന്നുണ്ടായിരുന്നു. അതായത് കുത്തിത്തിരിപ്പ് ബെന്നിയുമായിട്ടാണ് തെറി വിളിക്കുന്നുണ്ടായിരുന്നത്. ജിസേലിൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ ജിസയിൽ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ ജിസയിൽ 2 ചപ്പാത്തി ചോദിച്ചാൽ അതവിടെ കൊടുത്ത് ഒഴിവാക്കേണ്ടതേ ഉള്ളൂ. പക്ഷേ ലാസ്റ്റിൽ നോൺ വെജിറ്റേറിയൻ ഫുഡും ആയിക്കഴിഞ്ഞതിന് മാത്രം വെജിറ്റേറിയൻസ് കഴിച്ചാൽ മതി എന്നുള്ള ഒരു വർത്താനവും, അതിൻ്റെ ഇടയിൽ എന്തോ കാര്യം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ആളാവാൻ വേണ്ടി ചാടിക്കയറി ലക്ഷ്മിയൊക്കെ വന്ന് എന്തൊക്കെയൊക്കെയോ പറയണ്ടായിരുന്നു. ലക്ഷ്മി 5 ദിവസം മുന്നേ ഉള്ള കാര്യങ്ങൾ മറന്നുപോയി തോന്നുന്നു. ലക്ഷ്മി വേണ്ടാത്ത കാര്യത്തിന് ഒച്ചപ്പാട് ഉണ്ടാക്കുമ്പോൾ വീണ്ടും നെഗറ്റിവിറ്റി തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ലക്ഷ്മിയുടെ ഒച്ചപ്പാട് കേട്ടപ്പം തന്നെ നെഗറ്റീവ് സൈഡിലോട്ടേക്ക് ലക്ഷ്മി പോയതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് LGBTQ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ആദില നൂറേനെ കുറിച്ചും പരമവൃത്തികേട് പറഞ്ഞിരുന്ന ലക്ഷ്മി റിയാസ് മോനുവിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പോസിറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടായത്. അത് വീണ്ടും നെഗറ്റിവിറ്റിയിലോട്ടേക്ക് മാറാൻ അധികം സമയമൊന്നും എടുക്കില്ല എന്നുള്ള കാര്യം തെളിയിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്.